വെൽക്കം ടു ഓൾ. നമ്മൾ പുതിയ സബ്ജക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയത് എന്നൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് മാത്സ് ഉപയോഗിക്കേണ്ട കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ല് വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ മാത്സ് ആണ് അയ്യോ 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 അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൊമേഴ്സ് സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് സാമ്പിൾ ഡാറ്റയിൽ നിന്ന്, അതായത് ഡാറ്റയിൽ നിന്ന് നമുക്കത് ഡാറ്റേനെ മാറ്റി ഇൻഫോർമേഷൻ ആയിട്ട് ആ ഓരോ എലമെന്റ് ഓഫ് ഡാറ്റേനെയും കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ശരിക്കും ഈ സബ്ജക്റ്റിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് ഓരോ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. പക്ഷെ ഈ സബ്ജക്റ്റിന്റെ റെലവൻസ് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം, ഒരു മാനുവൽ എഫേർട്ടും വേണ്ട റിസർച്ചിന്റെ മാത്തമാറ്റിക്കൽ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വി ഹാവ് ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ്. അതിപ്പോ SPSS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ ഇന്ന് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അവൈലബിൾ ആണ്. പക്ഷെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് കറക്റ്റ് സ്ഥലത്ത് പ്രയോഗിച്ചാലാണ് ഡിസയേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെ? നമുക്കറിയാം, നിങ്ങൾ തന്നെ കേട്ടുണ്ടാവും, ഇപ്പോ +2 മുതൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഫോർ അനലൈസിങ് ഡാറ്റ ലൈക്ക് അനോവ, കോറിലേഷൻ, റിഗ്രഷൻ, ടി ടെസ്റ്റ്, ഇപ്പൊ ഇൻഫറൻഷ്യൽ ടെസ്റ്റുകളാണെങ്കിൽ ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എവിടെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയിൽ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാലേ എന്തുള്ളൂ നമുക്ക് അതിന്റെ SPSS ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നുന്ന ടെസ്റ്റ് തോന്നുന്ന ഡാറ്റയിൽ പോയി ഉപയോഗിച്ചാൽ വി ഡിഡ് നോട്ട് ഗെറ്റ് ദ അക്യുറേറ്റ് റിസൾട്ട്. അപ്പോൾ ഏത് ടെസ്റ്റ് എന്താണ്, ഓരോ ടെസ്റ്റും എന്താണ്, ഓരോ ടെസ്റ്റ് എവിടൊക്കെ വേണം ഉപയോഗിക്കാൻ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് അതിന്റെ റെലവൻസ് എന്നൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്നും എടുക്കേണ്ട കാര്യങ്ങൾ. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. മാത്തമാറ്റിക്കൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രം യുവർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല പഠിക്കണം, ആ ഫോർമുലയിലെ ഫിഗറുകൾ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കും വേണം. പക്ഷെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കോൺസെപ്റ്റ് ആണ്. സോ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ പ്രോബ്ലം ചെയ്യാനും പഠിക്കണം, ആ ടെക്നിക്കിന്റെ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാനത് ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത ഇത് മേ ബി ക്വസ്റ്റിനയറിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടാകാം, എങ്ങനെയൊക്കെ കളക്ട് ചെയ്താലും വി ഗെറ്റ് സെർട്ടൈൻ ഡാറ്റാസ്, കുറെ നമ്പേഴ്സ്, കുറെ ഫിഗേഴ്സ് അല്ലെങ്കിൽ കുറെ സംഭവങ്ങളാണ് കിട്ടുക. ആ ഡാറ്റ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. അത് റോ ഫോമിലുള്ള ഒരു എലമെന്റ് ആണ്. അതിനെ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഇൻഫോർമേഷൻ. അത് നമുക്ക് ഇൻഫോർമേഷൻ അക്കാഡമിയിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വേരിയബിൾ എക്സും വൈയും, എക്സിനെ കുറിച്ച് കുറെ ഫിഗർ കിട്ടി, അപ്പോൾ വൈനെ കുറിച്ചിട്ട് വൈന്റെ കുറെ ഫിഗറും കിട്ടി. അപ്പൊ ഇത് രണ്ട് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയെന്ന് ആ ഡാറ്റ നോക്കിയാൽ മനസ്സിലാവും? ഇല്ല. പക്ഷെ ഇതിൽ നിന്ന് ഒരു കോറിലേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിഗ്രഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മീൻ കണ്ടുപിടിക്കുക ചെയ്താൽ വി ക്യാൻ ഫെയർലി ഇന്റർപ്രറ്റ് വെദർ ഈ രണ്ട് ഡാറ്റയിലും റിലേറ്റഡ് ആണ്. കോറിലേഷൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദീസ് ടു ഹാവ് സം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഒരു പോസിറ്റീവ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കൂടും, ഒരെണ്ണം കുറയുമ്പോൾ മറ്റേത് കുറയും. അപ്പൊ അങ്ങനെ ഡാറ്റേനെ നമ്മൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന മീനിങ് ഫുൾ ഇൻഫോർമേഷൻ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ടൂൾസ് ഉണ്ട്. അതാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പറയുന്നത്. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് help to convert the data into information. ഇനി ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുറെ പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലത്തില് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന രണ്ട് ടേമുകൾ ഉണ്ട്, പോപ്പുലേഷൻ, സാമ്പിൾ. അപ്പൊ എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ എലമെന്റുകളുടെ, ആ ഒബ്ജക്റ്റുകളുടെ മൊത്തത്തിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻറ്റയർ കളക്ഷൻ ഓഫ് എലമെന്റ്സ്, ഒബ്ജക്ട് ഓർ യൂണിറ്റ് about which information need to be find out.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത് ഇതാണ്. വി നീഡ് ടു സ്റ്റഡി ഓൺലൈൻ ലേണിംഗ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് സ്റ്റുഡൻറ്. അപ്പൊ നമ്മുടെ എമംഗ് സ്റ്റുഡൻസ് ഇൻ കേരള, പോപ്പുലേഷൻ എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കണം. എമംഗ് സ്റ്റുഡൻസ് ഇൻ കേരള, ഇവിടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്. കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ 10,000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10,000 സ്റ്റുഡന്റും ചേർന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുന്ന പേരാണ് പാരാമീറ്റർ. പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നമ്മൾ എന്താ പറയാ, പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. ഇനി എന്താണ്, ഈ പോപ്പുലേഷൻ മൊത്തം ഡാറ്റ കളക്ട് ചെയ്ത് ഒരു സ്റ്റഡി നടത്തുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. അങ്ങനെ ആ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സാമ്പിൾ. ദ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് സെലക്ടർ ഫോർ സ്റ്റഡി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന എന്തൊക്കെ കാരണമാണ്, നമുക്ക് അത്രയും പോപ്പുലേഷൻ, അത്രയും ഒരു 20,000 കുട്ടികളുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിന് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, റിസോഴ്സ് കൺസ്ട്രെയിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇംപ്രാക്ടിക്കബിലിറ്റി അതിനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിളിനെ സെലക്ട് ചെയ്യും. ഈ സാമ്പിൾ സെലക്ട് ചെയ്ത് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്ന ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇനേർട്ടിയ, അല്ലെങ്കിൽ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, ലോ ഓഫ് ഇനേർട്ടി ഓഫ് ലാർജ് നമ്പർ എന്നൊക്കെ പറയും. അതിന്റെ ഒക്കെ അന്തസത്ത എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് സാമ്പിളിൽ നിന്ന് ഒരു റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ നിന്ന് ഒരു റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, റാൻഡംലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് വിൽ റെപ്രസെന്റ് ദ പോപ്പുലേഷൻ. അതായത് ആ സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് വിൽ ബി ഈക്വൽ ടു ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ. അപ്പോ നമ്മളൊരു 20,000 കുട്ടികളുണ്ട് കേരളത്തിൽ, അതിൽ നിന്നൊരു 500 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ സ്റ്റഡി നടത്തി അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഒബ്റ്റൈൻ ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷന് അപ്ലിക്കബിൾ ആണ്. ഇറ്റ് വിൽ ബി സെയിം when we collect data from entire element of population എന്നാണ് പറയുന്നത്. അതിന് 2-3 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തത് സാമ്പിൾ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലാർജ് ആയിരിക്കണം, നമ്മളൊരു പറയാ മോർ ദാൻ 30 ആയിരിക്കണം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് റാൻഡംലി ആയിരിക്കണം, നമ്മുടെ കൺവീനിയൻസിന് ആവരുത്. ഓരോ പോപ്പുലേഷനെയും ഡിഫറെന്റ് ക്ലസ്റ്ററുകളായി തിരിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പുകളായി തിരിച്ച് ആ എല്ലാ ഗ്രൂപ്പിൽ നിന്നും പിക്ക് ചെയ്തിട്ട് ഒരു സ്മോൾ നമ്പർ ഓഫ് സാമ്പിളിനെ നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ ഫോം ചെയ്താൽ സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക് വിൽ ബി സെയിം ആസ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്. ആ ഒരു ലോയുടെ ബേസിലാണ് നമ്മൾ സാമ്പിളിനെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റനെ എക്സാമിൻ ചെയ്തിട്ട് പോപ്പുലേഷനെ കുറിച്ചിട്ട് കൺക്ലൂഷൻസ് ഇൻഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അങ്ങനെ സാമ്പിൾ ഡാറ്റ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്ത് പോപ്പുലേഷനെ കുറിച്ചിട്ട് കൺക്ലൂഷൻ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനകത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ പോപ്പുലേഷൻ എന്താന്നും സാമ്പിൾ എന്താന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു പോപ്പുലേഷനിൽ നിന്ന് പോപ്പുലേഷൻ മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ പറയുന്ന പേര് പാരാമീറ്റർ എന്നാണ്. അതുപോലെ സാമ്പിളിന്റെ മീൻ അല്ലെങ്കിൽ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അതായത് സാമ്പിളിൽ നിന്ന് നമ്മൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന മീനിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ഇത് തമ്മിൽ ലോ പ്രകാരം എന്താണ് ഈക്വൽ ആവണം, പക്ഷെ അവിടെ എന്തുണ്ടാവും, ഡീവിയേഷൻസ് ഉണ്ടാവും. കാരണം എന്താണ്, എറേഴ്സ്, ചാൻസ് എറർ, അത് റാൻഡം എറർ ആയിരിക്കും, അതായത് ബൈ ചാൻസ് സംഭവിച്ചു പോകുന്നത്.
അതല്ലെങ്കിൽ നമ്മുടെ മെഷർമെന്റിൽ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ റിസർച്ചർ ബയാസ്ഡ് ആകുമ്പോൾ അവിടെ എററുകൾ വന്നിട്ട് ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും. എപ്പോഴും സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും സെയിം ആവണമെന്നില്ല. ആ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീനിനെയാണ് നമ്മൾ എറർ ഇൻ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ ഉള്ളിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കോൺസെപ്റ്റുകൾ പരിചയപ്പെടാം. താങ്ക് യു.